വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈൻ വഴി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1,20,00,000 രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂളിന്റെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈൻ വഴി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. 5,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നടപ്പാക്കിയതായും മന്ത്രി സൂചിപ്പിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് രാജ്യത്തിനകത്ത് തന്നെ മാതൃകയാണ്. അടിസ്ഥാന വികസന രംഗത്ത് 5,000 കോടി രൂപയുടെ ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ പുതിയ പൊതുവിദ്യാലയങ്ങൾ നിർമ്മാണം നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. കീഴായൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഹമ്മദ് മോസിൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എം.എൽ.എ. സൂചിപ്പിച്ചു. എപ്പോഴും ജനകീയമായിട്ടുള്ള എന്ത് ചെറിയ പരിപാടി നടക്കുമ്പോഴും രക്ഷിതാക്കള് വരുന്നതിന് മാതൃകയായിട്ടുള്ള ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് തരണം എന്ന് പറഞ്ഞു. മന്ത്രി 1 കോടിക്ക് പകരം 1,20,00,000 രൂപ അനുവദിച്ച് തന്നു. അതിന് പ്രത്യേകം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നന്ദി അറിയിക്കുകയാണ്. അതിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോ അതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. കീഴായൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഇതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ബസ്. ആ ബസ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഈ കെട്ടിടത്തിന് പുറമെ ഇപ്പൊ ഈ വർണ്ണക്കൂടാരം, അതിമനോഹരമായിട്ടുള്ള വർണ്ണക്കൂടാരം യാഥാർത്ഥ്യമായി. ഇനിയും വികസന പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തെ തേടിയെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്, രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് ഏറ്റവും കൂടുതലുള്ള PTA ആണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിലും എപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന വളരെ കുറച്ച് സ്കൂളുകളാണുള്ളത്. അതിൽപ്പെട്ട ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് ഈ കീഴായൂർ സ്കൂൾ. ഇതൊരു ജനകീയ സ്കൂളാണ്. ഇന്ന് നമുക്കറിയാം, ഈ സ്കൂള് ആദ്യം തന്നെ കെട്ടിടം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ സൗകര്യം തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ബസ് മാത്രമാണ് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടി, അപ്പോഴാണ് കെട്ടിടത്തിന്റെ ആവശ്യം വന്നത്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 100 കോടി രൂപയുടെ വികസന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി, സ്കൂൾ പ്രധാനാധ്യാപിക പി. ശ്രീലത, മധുസൂദനൻ, എൻ. രാജൻ, മുരളീധരൻ, എം. മുഹമ്മദ് അലി, പി. സജു, മുഹമ്മദ് മുസ്തഫ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു.